അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരാൾ നേർമാർഗത്തിലെത്തുക എന്ന് പറയുന്നത് ജഗന്നിയന്താവായ അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹം മാത്രമാണ്. നാം അതിൻ്റെ ദർശനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വഴികളിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. സൂറ അൽ ഖസസിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: പ്രവാചകരെ, നീ ഇഷ്ടപ്പെടുന്നവരെല്ലാം നിനക്ക് ഹിദായത്തിലേക്ക് അല്ലെങ്കിൽ മാർഗദർശനത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് ആ മാർഗദർശനം ലഭ്യമാവുകയുള്ളൂ. ആരാണ് നേർമാർഗം പ്രാപിക്കുക എന്നത് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഹിദായത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അത് നിലനിന്ന് കിട്ടുകയും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആയതിനാൽ നാം അധ്വാനിക്കുകയും യത്നിക്കുകയും നമ്മുടെ ദർശനങ്ങൾ സമർപ്പിക്കുകയും പ്രമാണങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിനെ സച്ചരിതമായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി യത്നിക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്ന ബോധത്തോടെ പ്രാർത്ഥനാപൂർവം നാം ഓരോരുത്തരെയും സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹവും തൗഫീഖും നൽകിയിട്ടുണ്ട് എങ്കിൽ അവർ മാർഗദർശനം പ്രാപിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണീയമായ മാതൃക കരുണീയമായ അനുഗ്രഹത്താൽ ഹിദായത്തിൽ ഉറച്ചു നിന്ന് പോകുവാനും ആ മാർഗദർശനത്തിലൂടെ സഞ്ചരിച്ച് ജീവിതാവസാനം വരെയും സൗഭാഗ്യതയോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.